ഒരു ചെറിയ കഥ കേട്ടാലോ? ഒരിടത്ത് ഒരാളുണ്ടായിരുന്നേ. അദ്ദേഹം തന്റെ യജമാനന്റെ വീട്ടിലേക്ക് എന്നും അരുവിയിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് വരാറുണ്ടായിരുന്നു. അദ്ദേഹം ഒരു തൂണിന്റെ രണ്ടറ്റത്തായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള രണ്ട് മൺകുടങ്ങൾ തൂക്കിയിട്ട് തോളിൽ വെച്ചുകൊണ്ടാണ് യജമാനന്റെ വീട്ടിലേക്ക് വെള്ളം കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. രണ്ട് മൺകുടത്തില് ഒരെണ്ണം നല്ല പെർഫെക്റ്റ് ആയിരുന്നു, അതിനങ്ങനെ കുറവുകളോ പോരായ്മകളോ ഒന്നുമില്ല. എന്നാൽ രണ്ടാമത്തെ മൺകുടത്തിനാണെങ്കിൽ ചെറിയൊരു വിള്ളലുണ്ടായിരുന്നു. അതിന്റെ അടിയിൽ അതിന്റെ താഴെ ഭാഗത്ത് നിന്ന് വെള്ളം ചോരാറുണ്ടായിരുന്നു. അപ്പോൾ ഈ മൺകുടത്തിന് അതിനോട് തന്നെ പുച്ഛവും വിഷമവും സങ്കടവും ഒക്കെ തോന്നി, തന്റെ കുറവ് ഓർത്തിട്ട്. അതായത് ഈ വെള്ളം യജമാനന്റെ വീട്ടിൽ എത്തുമ്പോഴേക്കും പകുതി മാത്രമേ അവശേഷിക്കുള്ളൂ, ബാക്കി പകുതി വഴിയിലൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ഈ മൺകുടം ഉണ്ടല്ലോ, നമ്മുടെ ഈ വെള്ളം ചുമന്നുകൊണ്ട് വരുന്ന ആളോട് സങ്കടം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ നടന്നു വരുന്ന വഴിയുടെ രണ്ട് വശത്തായിട്ട് നിറയെ പൂക്കൾ പൂത്തിരിക്കുന്ന നീ കണ്ടിട്ടില്ലേ? ഞാനാണ് അവിടെ വിത്തുകൾ നട്ടത്. എനിക്കറിയായിരുന്നു നീ അത് നനയ്ക്കുമെന്ന്. അതുകൊണ്ട് എനിക്ക് എന്റെ യജമാനന്റെ വീട്ടിലേക്കുള്ള വഴി മനോഹരമാക്കാൻ പറ്റി എന്നാണ് ആ വെള്ളം ചുമന്നുകൊണ്ടുവരുന്ന ആള് സങ്കടപ്പെട്ടിരുന്ന ആ മൺകുടത്തോട് നൽകിയ മറുപടി. അത് കേട്ട് നമ്മുടെ മൺകുടത്തിൽ ഒരുപാട് സന്തോഷമായി. ഇതിൽ നിന്ന് മനസ്സിലാക്കിയ പാഠം എന്താണെന്നറിയോ? നമുക്ക് ഒരുപാട് പോരായ്മകളും അപൂർണതകളും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ പിന്നോട്ട് പോവാൻ നിന്നാല് നമുക്ക് തന്നെയായിരിക്കും അത് ദോഷം ചെയ്യുക. നമ്മുടെ കുറവുകള് നമ്മൾ അറിയാതെ തന്നെ ലോകത്തിന് എന്തെങ്കിലും ഒരു നന്മ സമ്മാനിച്ചേക്കാം. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും കുറവുകളും പോരായ്മകളും ഉണ്ടെന്ന് വെച്ച് പിന്നോട്ട് പോവുകയല്ല ചെയ്തത്, മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ അറിയാതെ തന്നെ ആ കുറവും പോരായ്മയും ലോകത്തിന് എന്തെങ്കിലും ഒരു ചെറിയ നന്മ സമ്മാനിച്ചേക്കാം. നമ്മൾ അറിയാതെ നമ്മുടെ കുറവുകൾക്ക് എന്തെങ്കിലും ഒരു നന്മ ഈ ലോകത്തിന് ബാക്കി വെക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ കുറവുകളും പോരായ്മകളും ഓർത്ത് വിഷമിച്ചിരിക്കാതെ എപ്പോഴും ഹാപ്പി ആയിട്ട്, നമ്മളെല്ലാവരും നമ്മുടേതായ രീതിയിൽ സൗന്ദര്യമുള്ളവരാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്.